ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഇന്ന് ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കടയിൽ പോയപ്പോൾ ഇരുന്ന് പൊന്നു പണിയുന്നുണ്ടായിരുന്നു, ഒരു മോതിരം പണിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാനായിട്ട് ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ ചേച്ചി അവളും ഇരുന്ന് പണിയെടുക്കുന്നുണ്ട്. പഠിക്കുന്നേ ഉള്ളൂ. ഞാനും അവളും ഒന്നിച്ചാണ് പണിയെടുക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും ഞങ്ങൾ പോയിരുന്നിട്ട് ഇതെല്ലാം ഇരുന്നിട്ട് മുറിക്കാനും പിടിക്കാനും എല്ലാം ഞങ്ങളും അവിടെയുണ്ട്. ഞങ്ങൾക്ക് ഓരോ ചെമ്പ് തകിടും തന്നിട്ട് പഠിക്കാനിരുത്തും. ഏട്ടനവിടെ ഇരുന്നിട്ട് പണിയെടുക്കുകയും ചെയ്യും. സദേട്ടനാണ് പണിയെടുക്കുന്നത്. അങ്ങനെ ഒരു മോതിരത്തിൻ്റെ പണിയാണ് ഈ ചെയ്യുന്നത്. ഒരു മോതിരം ഉണ്ടാക്കലാണ്, ചെത്തുപണിയാണ്. മോതിരം ഉണ്ടാക്കി അതിനകത്ത് പേരെഴുതി എങ്ങനെയൊക്കെ ഡിസൈൻ കൊടുത്ത് അതിൻ്റെ മേലെ കൂടെ റിങ്ങൊക്കെ അടിച്ച് വെച്ച് എങ്ങനെയാണ് ഒരു മോതിരം ഉണ്ടാക്കുന്നതെന്നാണ് ഇതിനകത്ത്. എത്ര വട്ടം അത് ഉരുക്കിയും പിന്നെയും പണിതും പിന്നെയും ഉരുക്കി അടിച്ചെടുത്തും പിന്നെ നല്ല കൈപ്പണിയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ മോതിരം വേഗം കൈകൊണ്ടൊന്നും പണിത് തീർക്കാനൊന്നും പറ്റില്ല. ഈസിയാണ്. ഇവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഈസിയാണ്. ഞങ്ങളെപ്പോലെയുള്ള തുടക്കക്കാർക്കൊക്കെ ഇത് ഭയങ്കര പണിയായിട്ടാണ് തോന്നിയത്. എന്നാലും ഞങ്ങൾ കുത്തിയിരുന്ന് ഞങ്ങളും ഞങ്ങളുടേതായ ഇതിൽ ഞങ്ങൾ തകിട് വെച്ച് പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു മോതിരത്തിൻ്റെ മിനുക്ക് പണിയാണ്. പൊന്നുരുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? തീയിലുരുക്കി തീ പോലെ കത്തിക്കുമ്പോൾ ആ ഗോൾഡിൻ്റെ കളർ മാറി ഓറഞ്ച് കളറാകുന്നതും ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലവട്ടം അത് ചൂടാക്കി, പലവട്ടം അത് പിന്നെ റിങ്ങാക്കി, പലവട്ടം അത് റിങ്ങ് വളച്ചെടുത്ത് മിനുക്കി തേച്ച് മിനുക്കി തീയിലിരുക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിത് നോക്കിയിരുന്നപ്പോൾ ഒരു തട്ടാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു മോതിരം ഉണ്ടാക്കണമെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഏട്ടനൊക്കെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർക്കൊക്കെ 1 മണിക്കൂറൊക്കെ മതി ഒരു മോതിരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടോ എത്ര വേഗമെന്നറിയാം. അതേപോലെ തന്നെ കഷ്ടപ്പാടും ഉണ്ട്. അത് ഉരുക്കിയെടുക്കണം, ക്ഷമയോടെ നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കണം, മെഷീൻ കൊണ്ട് കട്ട് ചെയ്യണം. എന്തൊക്കെ പണികൾ ചെയ്താലും ഒരു മോതിരം നല്ല സ്റ്റൈലായിട്ട് കിട്ടുക എന്നൊക്കെ കണ്ട. അതിൻ്റെ മേലെ കൂടെ റിങ്ങൊക്കെ വെച്ച് നല്ല തിളക്കാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൈയിൻ്റെ അളവ് പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ മോതിര വിരലിലൊക്കെ മോതിരത്തിനൊക്കെ ഒരു അളവുണ്ടല്ലോ. അങ്ങനെ മോതിരമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓമെന്നാണ് എഴുതിയേക്കണത്. അങ്ങനെ മോതിരമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും